അന്നപൂർണ റേഞ്ചിലെ ഉയരം കൂടിയ പീക്കുകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു ട്രക്കിങ്ങിന് ഇറങ്ങിയത്. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്നതാണ് അന്നപൂർണ 2ഉം അന്നപൂർണ 3യുടെയും ഭാഗങ്ങൾ. നമ്മൾ ആദ്യത്തെ ദിവസം പിസാങ് വരെയുള്ള യാത്രയിൽ കുറച്ചധികം ഭാഗങ്ങൾ കണ്ടെങ്കിലും ഈ ഒരു അപ്പർ പിസാങ്ങിൽ നിന്നാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് അന്നപൂർണ 2വിൻ്റെ വ്യൂ കിട്ടുന്നത്. ട്രക്കിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ അന്നപൂർണ 2വിലെ ആ സൺറൈസിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നേരത്തെ എണീറ്റ് കുറേ നേരം ആ വ്യൂ ഒക്കെ കണ്ടിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മളിപ്പോൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ നിറച്ച് നമ്മൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ്സ് ഒക്കെ ഇടുന്നുണ്ട്. ഈ ഒരു ഗ്രാമത്തിലെ ആൾക്കാർക്ക് ഈ വെള്ളം ഡയറക്റ്റ് കുടിക്കുന്നതാണ്. പക്ഷേ നമ്മളോട് പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ് ഇട്ട് കുടിക്കാൻ അവർ തന്നെ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ടാബ്ലറ്റ്സ് നിങ്ങൾ യാത്രയിൽ നിങ്ങൾ മേടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ കാഴ്ച എനിക്ക് എത്ര കണ്ടിട്ട് മതിയാവുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പോയി അവിടെ ആ ഒരു സൺറൈസിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. മറ്റേ ലാലു അലക്സിൻ്റെ ഒക്കെ വീഡിയോയിൽ പറയുന്ന പോലെ എത്ര കണ്ടാലും മതിയാകുകയല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ട്രക്കിംഗ് കണ്ടിന്യൂ ചെയ്യണം. സോ വെൽക്കം ടു പാർട്ട് 2 ഓഫ് അന്നപൂർണ സർക്യൂട്ട് ട്രക്കിംഗ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. ദാവീദിൻ്റെ സങ്കീർത്തനത്തിലെ 23-ാം അധ്യായത്തിലെ 4-ാം വാക്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ഒരു അധ്യായത്തിൽ പറയുന്ന പോലെ ഒരു മരണത്തിൻ്റെ താഴ്വരയിൽ കൂടെയൊക്കെ നമ്മൾ കടന്നുപോയ ഒരു 2 ദിവസത്തെ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. 3300 മീറ്റർ ഉയരത്തിലുള്ള അപ്പർ പിസാങ്ങിൽ നിന്ന് ഏകദേശം 5000 മീറ്റർ അടുത്ത ഉയരത്തിലുള്ള തിലിച്ചോ ലേക്ക് തേടിയുള്ളൊരു യാത്രയാണിത്. മഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുന്ന പൈൻ വാലി കൂടെ തുടങ്ങി അതിനുശേഷം 2 മനോഹരമായ ലേക്കുകൾ, ഈ ഒരു ട്രക്കിങ്ങിൽ തന്നെ ഏറ്റവും മനോഹരമായ വില്ലേജിലൊന്നായ മണാങ്ങിലെ കാഴ്ചകൾ, അവിടുന്ന് നമ്മൾ ചെയ്യുന്ന അക്ലൈമറ്റൈസേഷൻ ട്രക്ക്, അതിനോടൊപ്പം അന്നപൂർണ 2, 3, 4 ആൻഡ് ഗംഗപൂർണ പീക്കിൻ്റെയൊക്കെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളെയും കാത്ത് ഈ ഒരു യാത്രയിലുള്ളത്. അപ്പർ പിസാങ് മുതൽ മണാങ് വരെയാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ 2 റൂട്ട് നമുക്ക് പോകാൻ പറ്റും, അപ്പർ റൂട്ടും ലോവർ റൂട്ടും. അപ്പർ റൂട്ടിൽ നമ്മൾ ഗ്യാരു എന്ന് പറയുന്ന ഒരു വില്ലേജിൽ കൂടിയാണ് പോകുന്നത്. ആ ഒരു റൂട്ടിൽ കൂടുതലും നമുക്ക് കയറ്റങ്ങൾ കയറാനുണ്ട്. അതുപോലെ ലോവർ റൂട്ടിൽ നമ്മൾ കൂടുതൽ ലേക്സ് ഒക്കെ കണ്ടിട്ട് കുറച്ചും കൂടെ ഒരു ലോവർ റീജിയനിൽ കൂടെയുള്ള ഒരു യാത്രയാണത്. മെജോറിറ്റി ആൾക്കാർ പോകുന്നത് ഗ്യാരു റീജിയനിൽ കൂടെയാണ്. സംഭവം 20 കിലോമീറ്റർ അടുത്തുണ്ടെങ്കിൽ പോലും അന്നപൂർണ 4ൻ്റെ ഒക്കെ നല്ല കാഴ്ചകൾ കാണാൻ കിട്ടുമെന്നാണ് കേട്ടത്. ഞങ്ങൾ പോയ സമയത്ത് തണുപ്പ് കൂടുതലുള്ളതിനാലും അവിടെ കുറച്ച് ക്ലൗഡിയാണെന്ന് കേട്ടതുകൊണ്ട് ഞങ്ങൾ ലോവർ റൂട്ട് വഴി പോവുകയാണ്. ഈ ഒരു റൂട്ട് പോകുമ്പോൾ നമുക്ക് 2 ലേക്ക് കാണാം, ഗ്രീൻ ലേക്കും ബ്ലൂ ലേക്കും. ഇനി ഗ്യാരുവിന് പോകേണ്ടവർക്ക് ആണെങ്കിലും ആദ്യം ഗ്രീൻ ലേക്ക് കണ്ടിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു പോകാനുള്ള ഓപ്ഷനും ഉണ്ട്. നമ്മളിപ്പോൾ ഗ്രീൻ ലേക്കിൻ്റെ ഒരു സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കറങ്ങി ഓപ്പോസിറ്റ് സൈഡ് വരണം. അപ്പോഴാണ് ആ ഒരു പീക്കുകൾ ചേർന്ന ഒരു മനോഹരമായ വ്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ യാത്രയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ വെള്ളത്തിൽ ORS മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഗ്രീൻ ലേക്കിൻ്റെ അവിടെ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്ത് കേട്ടോ. അവിടെ പെട്ടെന്ന് കണ്ടങ്ങ് പോകാമെന്നാണ് ഓർത്തത്. പക്ഷേ ആ ഒരു കാഴ്ച കണ്ട ആരായാലും അവിടെ നിന്ന് പോകും. അപ്പം അത് കഴിയുമ്പോൾ തന്നെ റോഡ് 2ആയിട്ട് തിരിയും. മുകളിലോട്ട് ഗ്യാരുവിലോട്ടും പോകാം, ഇപ്പുറത്തോട്ട് തിരിഞ്ഞാൽ ഹുംദ എന്ന് പറയുന്ന ബോർഡും കാണാം. അപ്പോൾ എങ്ങനെ തിരിഞ്ഞാലും ഈ ഹുംദ കഴിഞ്ഞിട്ടാണ് 2 വഴി പോയാലും നമ്മൾ എത്തുക. പിന്നെ മറ്റേ വഴി പോകുമ്പോൾ കയറ്റങ്ങൾ കൂടുതൽ കയറണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ലോവർ റൂട്ടിൽ ഹുംദ വില്ലേജ് നോക്കി പോവാണ്. അപ്പർ പിസാങ്ങിൽ ഇന്നലെ രാത്രി -10 അടുത്ത് തന്നെ തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് തൊണ്ടവേദനയും പനിയുടെയൊക്കെ ചെറിയ സംഭവങ്ങൾ കിട്ടി. അപ്പോൾ രാവിലെ ആവശ്യത്തിന് ചൂടുവെള്ളം കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കുറച്ച് ടയേർഡായിട്ടാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നടന്നു നീങ്ങിയപ്പോൾ തന്നെ സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഞങ്ങളുടെ ആദ്യത്തെ സ്നോ എക്സ്പീരിയൻസ് ആണ്. ഒത്തിരി അങ്ങനെ ഫുൾ കവേർഡ് ഒന്നും അല്ലായിരുന്നു, പക്ഷേ അത്യാവശ്യം സ്നോഫോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുന്ന പോലെ എത്ര സുഖകരമായ ഏർപ്പാടല്ല സ്നോയിൽ കൂടെ നടക്കുന്നതെന്ന് അപ്പം തന്നെ മനസ്സിലായി. കാരണം ചില ഏരിയകളിൽ ഈ ഒരു ബ്ലാക്ക് ഐസ് അല്ല ഡ്രൈ ഐസ് എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് സ്ലിപ്പാകും. അപ്പോൾ നോക്കിയും കണ്ടും വേണം നമ്മൾ സ്നോയിൽ കൂടെ നടക്കാൻ വേണ്ടി.
നമ്മൾ മഞ്ഞെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന പോലെ ഭയങ്കര പ്ലേഫുൾ ആയിട്ടുള്ള വിഷ്വൽസാണ് നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഉരുണ്ട് വീണ് കഴിഞ്ഞാൽ നല്ല ഡേഞ്ചറാണ്. അതുകൊണ്ട് നമ്മൾ നല്ല കെയർഫുൾ ആയിരിക്കണം. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഷൂ ഒക്കെ സ്നോയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്നും എൻഷുർ ചെയ്യുക. ഈ ഒരു പൈൻ മരങ്ങളും മഞ്ഞും ചേർന്ന് നിൽക്കുന്ന ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ചങ്ങോട്ട് പോയപ്പോൾ റോഡൊക്കെ ഇങ്ങനെ ഫുള്ള് ചെള്ളയായിട്ട് കിടപ്പുണ്ട്. മഴക്കാലത്തെ കേരളത്തിലെ റോഡുകളൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ നേരെ പോകുന്നത് വണ്ടി പോകുന്ന ആ ഒരു പാത്ത് കേട്ടോ. നമ്മളിപ്പോൾ ഡൈവേർട്ട് ചെയ്ത് ട്രക്കിംഗ് ട്രെയിലിൽ കൂടിയാണ് പോകുന്നത്. ഈ ഒരു പാത്തിലൊക്കെ ത്രൂ ഔട്ട് ബോർഡുകൾ കാണും കേട്ടോ. അപ്പോൾ ഡൈവേർഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കങ്ങനെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ റോഡ് ഇതിൻ്റെ തൊട്ടപ്പുറത്തൂടെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ വണ്ടികളൊക്കെ പോകുന്ന ഒച്ചകളൊക്കെ നമുക്ക് കേൾക്കാം. അപ്പോൾ കൂടുതലും ഓഫ് റോഡ് വണ്ടികളാണ് പോകുന്നത്. ഓഫ് റോഡ് ബൈക്കേഴ്സും കുറേ പേര് പോകുന്നുണ്ടായിരുന്നു. മണാങ്ങിലോട്ട് വരെ നമുക്ക് റോഡ് മാർഗ്ഗം എത്താവുന്നതുകൊണ്ട് കുറേ പേര് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ കുറേ കയറ്റങ്ങളും ഇറക്കങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒടുവിൽ ഹുംദ എത്തിയിട്ടുണ്ട്. ഇവിടെ വരെ എത്തിയപ്പോൾ മടുത്തു പോയി കേട്ടോ. 1 മണിയായി ഞങ്ങൾ ഹുംദ എത്തിയപ്പം. രാവിലെ 9 മണിക്ക് 9:30 എന്തോ സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ ശരിക്കും ടയേർഡായതുകൊണ്ട് പ്രോപ്പറായിട്ട് വീഡിയോ പോലും എടുത്തില്ല. ഹുംദയിൽ നിന്ന് ഒരു തരത്തിലാണ് നമ്മൾ മണാങ് വരെ എത്തിയത്. മണാങ് എത്തിയപ്പം വൈകുന്നേരം 5 മണിയായി. ഹുംദയിൽ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് മൊത്തം ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂറോളം ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും നേരം ബ്രേക്ക് എടുക്കില്ലെന്ന് പറയുന്നത്, പക്ഷേ ഞങ്ങൾ ഭയങ്കരമായിട്ട് ടയേർഡായി പോയായിരുന്നു. പക്ഷേ മണാങ്ങിലെത്തി മണാങ്ങിലെ ആ ഒരു കാഴ്ചകൾ കണ്ടപ്പോൾ തന്നെ എല്ലാ ക്ഷീണവും പോയി. പിന്നെ ഓടി നടന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും. നമുക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് അന്നപൂർണ 3യുടെയും ഗംഗപൂർണയുടെയൊക്കെ നല്ല ഗംഭീര വിഷ്വൽസ് ആയിരുന്നു. 3520 മീറ്ററിലാണ് മണാങ് ഉള്ളത്. അത്യാവശ്യം നല്ല ഹൈ ഓൾട്ടിറ്റ്യൂഡാണ്. അപ്പോൾ മണാങ്ങിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകത്തില്ല. മണാങ്ങിൽ സ്റ്റേ ചെയ്ത് റെസ്റ്റ് എടുത്ത് അക്ലമറ്റൈസേഷൻ ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് മൗണ്ടൻ സിക്നസ് എന്തായാലും കിട്ടും. മണാങ്ങിലെ ഫേമസ് ആയിട്ടൊരു ഹോട്ടലാണ് ആൽപൈൻ ഹോംസ് എന്നാണ് പേര്. മണാങ്ങിലെത്തിയ അടുത്ത ദിവസം എല്ലാവരും ചെയ്യുന്നത് പൊതുവേ ഐസ് ലേക്ക് ട്രെക്കാണ്. ഐസ് ലേക്ക് ഏകദേശം 4000 മീറ്ററിൻ്റെ മുകളിലുള്ള അത്യാവശ്യം ഹാർഡായിട്ടുള്ള ഒരു ട്രെക്ക് തന്നെയാണ്. പക്ഷേ മണാങ് എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ പനി പിടിച്ച് സൈഡായിരുന്നു. തലവേദനയും ചുമയും അങ്ങനെ എനിക്കും ഡ്രോമിംഗ് പല ഡിഫിക്കൽട്ടീസും വന്നായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചോങ്ക്വാർ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന 3750 മീറ്റർ ഉയരത്തിലുള്ള ഒരു ചെറിയ വ്യൂ പോയിൻറ്റിലോട്ടാണ് അക്ലമറ്റൈസേഷൻ ട്രെക്ക് ചെയ്തത്. എന്നിട്ട് ഉച്ചയായപ്പോൾ തന്നെ മണാങ്ങിൽ തിരിച്ചെത്തി അന്ന് മൊത്തം കിടന്നുറങ്ങി. അപ്പം ആ ഒരു ദിവസം റെസ്റ്റ് ഡേ ആയിട്ടാണ് നമ്മൾ കൂട്ടിയേക്കുന്നത്. ട്രെക്കിംഗ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. ഇവിടെ കൺസർവേഷൻ ഏരിയയുടെ ഓഫീസുണ്ട് മണാങ്ങിൽ. അപ്പോൾ അവിടെ പോയി നമ്മുടെ പാസ് കാണിച്ചിട്ട് വേണം മുമ്പോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ മണാങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിലിച്ചോ ലേക്ക് ട്രെക്കിങ്ങിന് വേണ്ടി പോകുന്നത്. ഈ ഒരു തിലിച്ചോ പീക്കും തിലിച്ചോ ലേക്കും നമ്മുടെ സർക്യൂട്ടിൻ്റെ പാർട്ടല്ല. പക്ഷേ അന്നപൂർണ സർക്യൂട്ട് ട്രെക്കിംഗ് ചെയ്യുന്ന എല്ലാവരും തന്നെ തിലിച്ചോ ലേക്ക് വിസിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം അത്രയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ട്രെക്കിംഗ് ആണ്. അതേസമയം തന്നെ അത്രയും ചലഞ്ചിങ് ആണ്. മനാങ് മുതൽ ശ്രീഗർക്ക എന്ന് പറയുന്ന വില്ലേജും കടന്ന് തിലിച്ചോ ബേസ് ക്യാമ്പ് വരെയുള്ള ഒരു ട്രെക്കിംഗ് എന്ന് പറയുന്ന ഒറ്റ ദിവസം കൊണ്ട് പലരും ചെയ്യുന്നതാണ്. കുറച്ച് ദൂരക്കൂടലുണ്ട്, പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ഏർലി മോർണിംഗ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് തീർക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് പനിയൊക്കെ ആയിരുന്നുകൊണ്ട് തന്നെ മനാങ്ങിൽ നിന്ന് അടുത്ത ദിവസം 9:30-10 മണി റേഞ്ചിലാണ് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് നമ്മളിന്ന് ശ്രീഗർക്ക വരെ പോകുന്നുള്ളൂ. ശ്രീഗർക്കയിൽ റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പതുക്കെയാണ് തിലിച്ചോ ബേസ് ക്യാമ്പിലോട്ട് പോകുന്നത്. നമുക്ക് ഈ ഓൾട്ടിറ്റ്യൂഡ് സിക്നസ്സും പനിയും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും പതുക്കെ ഓൾട്ടിറ്റ്യൂഡ് ഗെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ സ്ലോ ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ വില്ലേജും എക്സ്പ്ലോർ ചെയ്ത് കൂടുതൽ കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ പറ്റും. മണാങ് നിന്ന് ശ്രീഗർക്ക വരെ 9 കിലോമീറ്ററാണുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് കങ്സാർ എന്ന് പറയുന്ന വില്ലേജ് ഉണ്ട്. അപ്പോൾ കങ്സാർ വരെ മണാങ്ങിൽ നിന്ന് 6 കിലോമീറ്ററാണ്. അവിടുന്ന് പിന്നീട് 3 കിലോമീറ്ററും കൂടെ കടന്ന് വേണം നമ്മൾ ശ്രീഗർക്ക എത്താൻ. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മണാങ്ങിൽ ഒരു ദിവസം കൂടെ എക്സ്ട്രാ സ്റ്റേ ചെയ്ത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വില്ലേജാണ്. അവിടെ ചെയ്യാനാണെങ്കിലും കുറേയധികം ആക്ടിവിറ്റീസ് ഉണ്ട്. ഞങ്ങൾ ചെയ്തത് ചെറിയൊരു അക്ലമറ്റൈസേഷൻ ട്രെക്കും പിന്നെ ഗംഗപൂർണ ലേക്കും വിസിറ്റ് ചെയ്യൽ മാത്രമാണ്. നിങ്ങൾക്ക് അതുകൂടാണ്ട് വേണമെങ്കിൽ ഐസ് ലേക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ അധികം ഓപ്ഷൻസും മണാങ്ങിലുണ്ട്. മണാങ്ങിൽ ആദ്യത്തെ ഫുട്ടേജിൽ കാണിച്ച ഹിമാലയൻ കോട്ടേജ് എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടിയിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തതും. ഫുഡൊക്കെ അവിടെ നിന്നായിരുന്നു. തൊണ്ടവേദനയും പനിയൊക്കെ ഉള്ളതുകൊണ്ട് ലെമൺ ടീ കുടിക്കും, പിന്നെ ഹണി ജിഞ്ചർ ലെമൺ ടീ കുടിക്കും. ഇതൊക്കെ കുടിച്ചുകൊണ്ടാണ് ഞങ്ങൾ മണാങ് സർവൈവ് ചെയ്തത്. ഒരു 10 മണി 10:15 മണാങ്ങിൽ നിന്ന് തുടങ്ങി ഞങ്ങൾ 1 മണിയായപ്പോൾ കറക്റ്റ് കങ്സാർ എത്തി.
അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ കങ്സാറിൽ നിന്നാണ് ഞങ്ങളന്ന് ലഞ്ച് കഴിച്ചത്. അവിടുന്ന് ശ്രീഹർക്കിക്ക് 3 കിലോമീറ്റർ കൂടെ ഉള്ളൂ. പക്ഷേ ആ 3 കിലോമീറ്റർ എന്ന് പറയുന്നത് നല്ല ഭീകര കയറ്റമാണ്. ഒരു 2 കിലോമീറ്റർ കയറ്റമൊക്കെ നടന്ന് മടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു മൊണാസ്ട്രി ഒക്കെ കണ്ടു. അപ്പോൾ അവിടെ മാപ്പിൽ നോക്കിയപ്പോൾ അത് ശ്രീഹർക്കിയാന്ന് കണ്ടു. അപ്പോൾ ശ്രീഹർക്കി എത്തിയല്ലോ എന്ന് ഒന്ന് ആശ്വസിച്ചപ്പോഴേക്കും അങ്ങ് മലമണ്ടയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വില്ലേജ് വരുന്നത്. അവിടുന്ന് പിന്നെ 1 കിലോമീറ്റർ കയറാനുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും കയറ്റം കയറി അവസാനം ഞങ്ങൾ ശ്രീഹർക്കി എത്തി. അന്നപൂർണ 3യും മഹേന്ദ്ര പീക്കുമാണ് ശ്രീഹർക്കിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ അന്നപൂർണ 1 വരുന്നത് ശരിക്കും ഇതിൻ്റെയൊക്കെ പുറകിലാണ്. ഈ മഹേന്ദ്ര പീക്ക് വരുന്നത് കൊണ്ടാണ് നമുക്ക് അന്നപൂർണ 1 കാണാൻ സാധിക്കാത്തത്. അന്നപൂർണ 1 മാത്രമാണ് നമുക്ക് സർക്യൂട്ടിൽ കാണാൻ പറ്റാത്തൊരു പീക്ക്. വളരെ റെയറാണ് അതിൻ്റെ സൈറ്റിംഗ് എന്ന് പറയുന്നത്. മാപ്പിൽ നമ്മൾ സൂം ഔട്ടൊക്കെ ചെയ്യുമ്പം അന്നപൂർണ 1 എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ മഹേന്ദ്ര പീക്ക് കാണുമ്പോൾ ഇതാണ് അന്നപൂർണ 1 എന്നൊക്കെ ഓർത്ത് ഒത്തിരി അങ്ങ് സന്തോഷിക്കും. ചില വീഡിയോയിലൊക്കെ ആൾക്കാരത് അന്നപൂർണ 1 ആയിട്ട് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്തൊക്കെ പറയുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പം നമുക്ക് കാണാൻ പറ്റത്തില്ലെന്നുള്ളതാണ്. ശ്രീഹർക്കിയിൽ എത്തുമ്പോൾ തന്നെയുള്ള ആദ്യമുള്ളൊരു ഹോട്ടലാണിത്. ഇതിലാ ലാസ്റ്റ് കാണുന്ന ആ ഒരു യെല്ലോ ഡോറുള്ള ആ ഒരു ക്യാബിനിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമ്മൾ 4000 മീറ്റർ കടന്നു എന്നുള്ളതാണ്. ശ്രീഹർക്കി വരുന്നത് 4000 മീറ്ററിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇവിടെ തണുപ്പും കൂടുതലായിരുന്നു. രാവിലെയൊക്കെ ടാപ്പൊക്കെ തുറന്നപ്പോൾ അവിടെ ബക്കറ്റിൽ വെള്ളമൊക്കെ ഇങ്ങനെ ഐസായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ തണുപ്പ് ഭയങ്കര കൂടുതലാണ്. നമുക്ക് ട്രക്കിംഗ് ചെയ്യുമ്പോൾ ഇനി അങ്ങോട്ട് ആ ഓൾട്ടിറ്റ്യൂഡിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾട്ടിറ്റ്യൂഡ് മൗണ്ടൻ സിക്നസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയമോക്സ് എന്ന ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു. ഇത് ട്രക്കിംഗ് ചെയ്യുന്ന എല്ലാവരും തന്നെ ഒരു 3000 മീറ്ററിൻ്റെ എബോവ് ആകുമ്പോൾ കഴിക്കുന്നതാണ്. നമ്മൾ ട്രക്കിംഗ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പല്ല, അതിൻ്റെ തലേന്നാണ് ഇത് ശരിക്കും കഴിക്കേണ്ടത്. അപ്പം നമ്മൾ ഏകദേശം അപ്പർ പിസാങ് കഴിയുമ്പോൾ തൊട്ട് തന്നെ ഡയമോക്സ് എടുത്ത് തുടങ്ങുന്നത് നല്ലതാണ്. ഡയമോക്സ് 100% ആയിട്ട് AMS സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ടാബ്ലറ്റ് ഒന്നും അല്ല, പക്ഷേ അതിൻ്റെ ചാൻസസ് കുറയ്ക്കും എന്നുള്ളതാണ്. ശ്രീഹർക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു പാരലൽ വേൾഡിൽ എത്തിയ പോലെയാണ്. ടെറൈനൊക്കെ മൊത്തം മാറി. നമ്മൾ ഇത്രയും നേരം ട്രക്ക് ചെയ്തുകൊണ്ടിരുന്ന വഴികളുടെയൊക്കെ ആ ഒരു സ്റ്റൈലും കുറച്ചും കൂടെ ഒന്ന് ഡേഞ്ചർ ആവുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം അങ്ങ് ദൂരേക്ക് ഇങ്ങനെ ചെത്തി വെച്ച കൂട്ട് കുറേ പീക്കുകൾ കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നാരോ ആയിട്ടുള്ള വഴികളും. അപ്പം ദൂരമായിട്ട് ഞാനിങ്ങനെ സൂം ചെയ്തൊക്കെ നോക്കുന്നുണ്ടായിരുന്നു നമ്മുടെ മുമ്പേ പോകുന്ന ആൾക്കാരെയൊക്കെ. ഏകദേശം ഒരു 6 to 7 കിലോമീറ്ററാണ് ഇന്ന് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. തിരിച്ചോലേക്ക് ട്രക്ക് കഴിഞ്ഞ് നമുക്ക് ശ്രീഹർക്കിക്ക് തിരിച്ചു വരേണ്ടതുകൊണ്ട് ഇവിടെ കുറച്ച് ലഗേജൊക്കെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. വീഡിയോയുടെ തുടക്കം പറഞ്ഞ ആ ഒരു മരണത്തിൻ്റെ താഴ്വര എന്ന് വിശേഷിപ്പിച്ച ഈ ഒരു ഏരിയയാണ്. ഇതൊരു ലാൻഡ് സ്ലൈഡ് ഏരിയ ആണ് കേട്ടോ. എപ്പോൾ വേണേലും താഴോട്ട് വരാൻ റെഡിയായിട്ട് നിൽക്കുന്ന കുറേയധികം കല്ലുകളും മലകളും എല്ലാം നമ്മുടെ മുകളിലുണ്ട്. താഴോട്ടാണെങ്കിൽ കൊക്ക പോലെ ചെരിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. ഒന്ന് സ്ലിപ്പായാൽ നേരെ താഴോട്ട് പോകും. അത്രയും ഡേഞ്ചറാണ് ഈ ഒരു പാത. പക്ഷേ നമ്മൾ സർക്യൂട്ട് ട്രെക്കിങ് ഒക്കെ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ ഓർത്ത് വെക്കുന്നത് ഈ ഒരു ദിവസത്തെ യാത്രയായിരിക്കും. ലെഫ്റ്റ് സൈഡിൽ നല്ല കിടിലം വ്യൂ ഉണ്ട്. പക്ഷെ അതൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചറാണ്. നമ്മൾ പോകുന്ന വഴി ശ്രദ്ധിച്ച് തന്നെ നടക്കണം. കാരണം ഒരുപാട് ചരലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. തിലിച്ചോ ബേസ് ക്യാമ്പിൽ നിന്ന് വരുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവർ കുതിരേനെയും കൊണ്ട് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വളരെ റിമോട്ടായിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് കുതിരപ്പുറത്തൊക്കെയാണ് കൂടുതൽ സാധനങ്ങളും കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതുപോലെ കുതിരയും ഓപ്പോസിറ്റ് ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാരൊക്കെ കാണും. അപ്പോൾ മാക്സിമം ഒതുങ്ങിയൊക്കെ നിൽക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് നിൽക്കണം. കാരണം ഭയങ്കര വീതി കുറവാണ് ഇവിടെ. ഒരിക്കലും ഒരു പുതിയ ഷൂസ് ഒന്നും ഇട്ടുകൊണ്ട് ഈ ടെറൈനിൽ കൂടി ഒന്നും വന്നേക്കല്ല. കാരണം നമ്മളൊരു ട്രെക്കിങ്ങിനൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു ഷൂ ഉപയോഗിക്കുമ്പോൾ അത് കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ട്രെക്കിങ്ങിന് വേണ്ടി കൊണ്ടുവരാൻ. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ആ പ്രോപ്പർ ഗ്രിപ്പൊക്കെ കിട്ടത്തുള്ളൂ. കുതിരയോടൊപ്പം 2 ബോഡി ഗാർഡുകളൊക്കെ ഉണ്ടായിരുന്നു.
കുറച്ചൊക്കെ പേടിച്ചും കാല് പറിച്ചൊക്കെ ക്രോസ് ചെയ്തെങ്കിലും നമുക്കത് സേഫായിട്ട് ക്രോസ് ചെയ്യാൻ പറ്റി. ഓരോ യാത്ര കഴിഞ്ഞെത്തുമ്പോൾ നമ്മളതൊരു രണ്ടാം ജന്മമായിട്ടൊക്കെ കൂട്ടണം എന്നൊക്കെ ചില കോട്ട്സ് ഒക്കെ ഉണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്കത് ലിറ്ററലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാവരും തന്നെ സേഫായിട്ട് ക്രോസ് ചെയ്യുന്ന കേട്ടോ. അങ്ങനെ അപകടങ്ങളൊന്നും ഞാൻ തപ്പിയിട്ടൊന്നും കണ്ടില്ല റെക്കോർഡിൽ. നമുക്ക് ദൂരെയായിട്ട് തിലിച്ചോ ബേസ് ക്യാമ്പ് കാണാം. അവിടുന്ന് ആ മുകളിലോട്ട് കിടക്കുന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ തിലിച്ചോ ലേക്കിലോട്ടുള്ള ആ ഒരു ട്രെക്കിംഗ് ട്രയലാണ്. അങ്ങനെ ഉച്ചയായപ്പോൾ നമ്മൾ തിലിച്ചോ ബേസ് ക്യാമ്പ് എത്തി. ഇവിടുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയി കിടന്നുറങ്ങി കുറച്ച് നേരം. എന്നിട്ട് വൈകുന്നേരം ആയപ്പം എണീറ്റ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങി. അപ്പോഴേക്കും നല്ല തണുപ്പായിരുന്നു കേട്ടോ. നമ്മുടെ റൂമിൻ്റെ പുറകിൽ കൂടെ തന്നെ ചെറിയൊരു സ്ട്രീം പോകുന്നുണ്ട്. അതുപോലെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തിലിച്ചോ പീക്കും അതുപോലെ തന്നെ അന്നപൂർണ റേഞ്ചിലെ ആ ഒരു ചെറിയ പീക്കുകളെല്ലാം തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് കണ്ട കുതിരയൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. കുറേയധികം ലോഡായിട്ടാണ് തിരിച്ചെത്തിയത്. ഇവിടുത്തെ ഹോട്ടലുകളിലോട്ടൊക്കെ വേണ്ട കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇവർ കൊണ്ടുവരുന്നത്. മറ്റ് ഗ്രാമങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ഇവിടെ സ്റ്റേ ഭയങ്കര ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നേരത്തെ തിലിച്ചോ ബേസ് ക്യാമ്പ് എത്താൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ദിവസം രാവിലെ ഒരു 4:30 ആകുമ്പോൾ നമുക്ക് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റോ ടോർച്ചുകളൊക്കെ കരുതേണ്ടതായിട്ടുണ്ട്. നല്ല തണുപ്പായിരിക്കും. അപ്പോൾ നമ്മൾ ഡൗൺ ജാക്കറ്റും ഫുൾ സെറ്റപ്പോടെ ആയിരിക്കും നാളെ മല കയറാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം 5000 മീറ്ററിനടുത്ത് ഉയരത്തിലുള്ള ഒരു ലേക്ക് തേടിയാണ് നാളത്തെ നമ്മുടെ യാത്ര. അങ്ങനെ 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എണീറ്റു. 4:30 ആയപ്പോൾ തന്നെ യാത്ര തുടങ്ങി. അപ്പോൾ എല്ലാവരും ഹെഡ്ലൈറ്റൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് സൈക്ലിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നു. അത് ട്രക്കിംഗ് ബോർഡിൽ കെട്ടി വെച്ചിട്ട് പുതിയൊരു ടൂള് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഞങ്ങളുടെ ഫ്രണ്ടിൽ ചന്ദ്രൻ, തിരിഞ്ഞു നോക്കുമ്പം ആ ഒരു സൺറൈസിൻ്റെ മനോഹരമായ കാഴ്ചകളും അതിൻ്റെ നടുക്ക് തുഴഞ്ഞ് എപ്പോൾ എത്തുന്ന ആലോചിച്ച് നടക്കുന്ന ഞങ്ങളും. തുടങ്ങിയപ്പോൾ നല്ല സ്പീഡൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിലെ താറാവും കുഞ്ഞൊക്കെ നടക്കുന്ന പോലെ ഞങ്ങൾ രണ്ടും പതുക്കെ ഒരു തരത്തിലാണ് മുകളിലെത്തിയത്. ഞങ്ങൾ ഒരു ബാഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ മാറി കുറച്ച് ദൂരം കഴിയുമ്പോൾ ഇങ്ങനെ പിടിക്കും. അപ്പോൾ അതിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളും ഇനഫായിട്ടുള്ള വാട്ടറും എനർജി സപ്ലിമെൻസും മാത്രമേ ഉള്ളൂ. അപ്പോൾ തിലിച്ചോ ലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെയായിട്ട് നമ്മളൊരു ചെറിയ ലേക്ക് കണ്ടു. മൊത്തം ഫ്രോസണായിട്ട് കിടക്കുവാണ്. അതുപോലെ തിലിച്ചോ ലേക്ക് ഇപ്പോൾ ഫ്രോസണായിട്ട് കിടക്കുകയെന്നാണ് കേട്ടത്. അല്ലെങ്കിൽ നല്ല ടീൽ നിറത്തിലാണ് ആ ലേക്ക് കിടക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു കളറിൽ കാണാനുള്ള ഭാഗ്യമില്ലായിരിക്കും. പക്ഷേ ആ ഫ്രോസണായി കിടക്കുന്നത് ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ്. അപ്പോൾ നല്ല ഡെൻസ് ആയിട്ടുള്ള സ്നോയിൽ കൂടെയാണ് ഞങ്ങൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ നടക്കാൻ കുറച്ച് പാടാണ്. നമ്മൾ ആദ്യം കണ്ട ആ ഒരു പൈൻ വാലി കൂടെ നടക്കുന്ന പോലെയല്ല ഇത്. കുറച്ചധികം നമ്മൾ ശ്രദ്ധിച്ച് നടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ 2 ചെറിയ ഫ്രോസൺ ലേക്കെല്ലാം കടന്ന് നമ്മൾ അവസാനം തിലിച്ചോ ലേക്കിൻ്റെ അടുത്തെത്തി. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ലേക്ക് മൊത്തം ഫ്രോസണായിട്ട് കിടക്കുവാണ്. ലേക്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ ശിവൻ്റെയും ബുദ്ധൻ്റെയും ഒരു സ്റ്റാച്യു ഉണ്ട്. അത് ഹെലികോപ്റ്ററിന് ഇവിടെ കൊണ്ടുവച്ചെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മളിപ്പം 5000 മീറ്ററിൻ്റെ അടുത്തുള്ളൊരു ഓൾട്ടിറ്റ്യൂഡിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അധികം നേരമൊന്നും നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് മൊത്തം കണ്ടിട്ട് താഴോട്ടിറങ്ങണം.
അല്ലെങ്കിൽ നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വെളുപ്പിനെ 4:30 തിലിച്ചോ ബേസ് ക്യാമ്പിൽ നിന്ന് തുടങ്ങി ഏകദേശം 8:15 നമ്മൾ തിലിച്ചോ ലേക്കിൻ്റെ അവിടെ എത്തി. ഇനി നമ്മൾ തിരിച്ചിറങ്ങി ശ്രീകർക്കയിലോട്ട് തന്നെ പോവുകയാണ്. 5000 മീറ്ററിൻ്റെ താഴെ വരെ നമ്മൾ ഇത് എത്തിയിട്ടുള്ളൂ. പക്ഷേ 5000ൻ്റെ മുകളിലോട്ട് നമ്മൾ എത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് തേർഡ് പാർട്ടിൽ, അതായത് ഫൈനൽ പാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 9 to 10 days നീണ്ടു നിന്ന ഒരു ലോങ് ട്രെക്കിംഗ് ആണിത്. അപ്പോൾ ഈ ഒരു മൊത്തം ട്രെക്കിങ്ങിൻ്റെ ഒരു 30% മാത്രമേ നമുക്കിത് യൂട്യൂബ് വീഡിയോയിലൂടെയൊക്കെ മൊത്തം കാണിക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മളിത് നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാഴ്ചകളാണിത്. അപ്പോൾ അതുപോലെ നമ്മൾ ഫുൾ ടൈം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് നമുക്കത് എൻജോയ് ചെയ്യാനും പറ്റത്തില്ല. അപ്പം ഇനിയും ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട്. അപ്പം നമുക്ക് അടുത്ത പാട്ടിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.